റോയൽ വാരിയേഴ്സിലെ ദീപനാണ് ഇന്നലെ ഇവനെ വീട് കയറി തല്ലിയത്. തിരിച്ചടിക്കാൻ ഇവന് ത്രാണിയില്ല, സമ്മതിച്ചു. പക്ഷെ നമ്മുടെ റിയൽ ഫൈറ്റേഴ്സിലുണ്ടല്ലോ കുറെ അണ്ണന്മാർ. എന്നിട്ടെന്തായി? തിരിച്ചടിക്കണം, അല്ലെങ്കിൽ തലയുർത്തിറക്കാൻ പറ്റില്ല. അതെ, വിഷയം വീട്ടുകാർ തമ്മിലാണെങ്കിലും ഏറ്റുമുട്ടിയത് റോയൽ വാരിയേഴ്സിലെ ദീപനും റിയൽ ഫൈറ്റേഴ്സിലെ ജിത്തുവും തമ്മിലാ. പകരം ചോദിക്കാൻ അവരിങ്ങ വന്നുണ്ട്. അവരുടെ മുമ്പിൽ തോറ്റ റോഷ, നീ പിന്നെ റോയൽ വാരിയേഴ്സിന്റെ ക്യാപ്റ്റനാന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. എന്തിനാണ് മുതലാളി ഇങ്ങനത്തെ ഒരു കെണി? ഒരു സുഖം. ചൊറിയാനെ ചൊറിയാ നിന്റെ തന്ത. ഗോകുലനാഥനായി കള്ളക്കണ്ണൻ രാധയുമായങ്ങു ചേർന്നു നിന്നേ കാണിന്തിയാറ്റി കുളിക്കുന്നേരം. ഞാനല്ല ചൊറിയാനെന്ന് വിളിച്ച്. പ്യൂൺ ശങ്കരൻകുട്ടി തന്തയ്ക്ക് വിളി കേട്ടായിരുന്നല്ലോ. കേട്ടു. മിസ്സായി പോയില്ല. വെരി ഗുഡ്. നിക്ക് നിക്ക് നിക്ക്. ഈ ക്രിക്കറ്റ് ബാറ്റും ഹോക്കി സ്റ്റിക്കും ഒന്നും തമ്മിൽ തല്ലാനുള്ള ആയുധങ്ങളല്ല കേട്ടോ. റിയൽ ഫൈറ്റേഴ്സിൽ ഒരുത്തൻ തൊട്ടാ റോയൽ വാരിയേഴ്സ് തീർന്നു എന്ന് വിചാരിച്ചാൽ മതി. മാഷ് ക്ലാസ്സിലേക്കല്ലേ? ആംബുലൻസ് വേണ്ടി വന്ന് അറിയിക്കാം. വാടാ. ആംബുലൻസ് സാറിന്റെ മകൻ റോഷന് വേണ്ടിയാണെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. മോനെ റോഷ, സ്വന്തം അപ്പം വിളിച്ചിട്ട് നിന്നില്ല, ഇവനിന്ന് മേടിക്കും. അവന് മേടിച്ച ചരിത്രമില്ല, കൊടുത്തേ ഉള്ളൂ. ഇതെന്താ തുടങ്ങിയില്ലേ? ഹലോ ഹലോ, നിന്നെ തല്ലിയോനെ പോയി തിരിച്ചടിക്കടാ. തല പൊട്ടിയില്ല. അടി തുടങ്ങി. ഞാനതിന്റെ പ്രൊഡ്യൂസർ. ഇവനൊക്കെ ഇവിടെ പഠിക്കാനാണ് തല്ലുണ്ടാക്കാനാണ് വരുന്നത്. തന്റെ കുഞ്ഞമ്മയുടെ മക്കളൊന്നും അല്ല, അവര് തല്ലി തീർക്കട്ടെ. നശിപ്പിച്ചു വാജിപ്പോയി. സാറിന്റെ വാട്സാപ്പ്. എന്റെ പൊന്നു സാറേ, പ്രശ്നങ്ങൾ അവർ തല്ലി തീർക്കട്ടെ. സാർ ഇങ്ങോട്ട് വാ, നമുക്ക് VIP ലോഞ്ചിരുന്ന അടി കാണാം. ഒരു സുഖം. വേണ്ടായിരുന്നല്ലേ? പുള്ളിനെ ഞാൻ തല്ലിക്കും. എല്ലാവരും പിരിഞ്ഞു പോകണം. പറഞ്ഞത് കേട്ടില്ലേ? ആരും പോകരുത്. എല്ലാവരും പിരിഞ്ഞു പോകാൻ. പിരിഞ്ഞു പോകാൻ. Are you ready? Are you ready? ഇതാ മേഡം, ഞാൻ എത്തി. എന്റെ ശങ്കരൻകുട്ടി, നീ ആ പൂവെടുത്ത് ചെവിയിലോട്ട് വെച്ചിട്ട് ഈ പുസ്തകങ്ങൾ പിടിക്കുക. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ. ആൺകുട്ടികളൊക്കെ എവിടെ പോയി? Are you ready? Today we shall be studying modern American drama. Please open your books to page 16. Drama in the United States of America was always incapable of within phase with progress in other branches of literature. Although by the 19th century the politic prejudice against theatre had completely vanished. എന്താ സർ? കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഹൗസ്ഫുൾ ആണല്ലോ. നിങ്ങൾക്ക് എന്റെ ക്ലാസ് വേണ്ടേ? എന്താടാ നാവിറങ്ങിപ്പോയോ? വാ തുറന്നു പറയടാ, എന്റെ ക്ലാസ് വേണ്ടേ?
ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും. Go to your respective classes. എഴുന്നേക്ക്. Go. പോയി. മിസ്സിന് അറിഞ്ഞൂടെ ഈ ക്ലാസ്സിൽ ഇത്രയും കുട്ടികളില്ലെന്ന്? എന്റെ ക്ലാസ് കുട്ടികൾക്ക് വലിയ ഇഷ്ടാ. ഇഷ്ടം. എന്താണ് ഇവിടെ നിന്ന് പതുങ്ങുന്നത്? ക്ലാസ്സിൽ പോടാ. ഇതെന്താടാ കിരീടോ? ഫിറ്റ് ചെയ്ത് രാവിലെ ഞാൻ ഇറങ്ങുമല്ലയോ? ക്ലാസ്സിൽ പോടാ. Are you ready? വെറും ലോ ക്ലാസ്. നിങ്ങൾ ഈ നോട്ടീസ് കണ്ട? ഈ സുന്ദരിയാണ് കലാതിലകം വേദിക. കലാതിലകത്തിന് അർഹമായ വേദികയുടെ നൃത്തം അവൾ പഠിക്കുന്ന മദേഴ്സ് കോളേജിൽ വീണ്ടും അരങ്ങേറുന്നു. ആക്ച്വലി എന്റെ മമ്മി അവളെ ഡാൻസ് പഠിപ്പിച്ചു. ആണോ? നീ കലാമണ്ഡലം വാസന്തിയുടെ മോനാണാ? ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വന്ന് പറ്റിക്കൂടി നിക്കടാ. ഞാനൊന്ന് ചേർത്ത് പിടിച്ചിട്ട് ഉമ്മാരട്ടടാ. പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഒരുപാട് ഉറക്കം കളഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ മുതല് എന്റെ ഒരുപാട് കളഞ്ഞിട്ടുണ്ട്. എന്ത് ഉറക്കം? പോടാ, പോയി പൊറോട്ട അടിക്കടാ. പൊറോട്ട കീറോട്ടം വലിച്ചു കീറോട്ടം. എന്റെ ഗോകുലേ, നിനക്ക് ഈ കലാതിലകത്തിനൊന്ന് വളച്ചുകൂട്ടി എടുത്തായിരുന്നെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിന് ഒരു ബലവും അവരുടെ ഗ്രൂപ്പിന് ഒരു അടിയാവൂലായിരുന്നാ. അല്ലാണ്ട് എല്ലാം നശിപ്പിച്ചിട്ട് വന്നേച്ച് അമ്മ ഡാൻസ് പഠിപ്പിച്ചാഞ്ഞ്. അതിന് ഇവിടെ കലാതിലകം ഞാൻ അറിഞ്ഞു. എന്റെ ഉള്ളം കയ്യിലിരുന്ന പെണ്ണ. ഈ കലാതിലകം ഗോകുലിനുള്ളത്. അതിനുവേണ്ടി നമ്മൾ റിയൽ ഫൈറ്റേഴ്സ് ഒറ്റക്കെട്ടായിട്ട് ഗോകുലിന്റെ പിന്നിലുണ്ടാവണം. വേദികയെ സ്വന്തമാക്കാൻ ആണായി പിറന്ന ഒരേ ഒരാളെ നമ്മുടെ ക്യാമ്പസിലുള്ളൂ. അത് ഈ റോഷൻ ചെറിയാൻ. സത്യമായിട്ടും ആ പ്രോഗ്രാം നടക്കുന്ന അന്ന് നീ മദേഴ്സ് കോളേജിൽ പോകും, നൃത്തം കാണും, ഹൃദയം തുറന്ന് അവളെ അഭിനന്ദിക്കുന്നു. എടാ അത് വിമൻസ് കോളേജാ, അവിടെ ആമ്പിള്ളേരൊന്നും കയറ്റത്തില്ല. പോടാടുന്നു. മദേഴ്സ് കോളേജിൽ ആമ്പിള്ളേർ കയറിയത് കുഴപ്പം. മദേഴ്സ് കോളേജിൽ ആമ്പിള്ളേർ കയറി കഴിഞ്ഞാൽ അവിടുത്തെ മൊത്തം പെൺപിള്ളേരും മദേഴ്സ് ആവും. അല്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അവസരം ഞാൻ ഉണ്ടാക്കി തരാം. അവിടുത്തെ സ്റ്റേജ് ഡെക്കറേഷന്റെ ചുമതല എന്റെ ഒരു സുഹൃത്തിനാ. ആ വഴിക്ക് നിങ്ങളെ ഞാൻ അകത്ത് കയറ്റി തരാം. മണിയാ, നിങ്ങളൊരു സംഭവമാണ്. നിങ്ങളുടെ സുഖമല്ല കുട്ടികളെ, എന്റെ ഒരു സുഖം.